ജയ് സറാം പുണ്യാത്മാക്കളെ, സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 18 2026 ഓഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പാഠ്യഭാഗം 321 വരികളാണ്. സമ്പാദിയുടെ പൂർവ്വ വൃത്താന്തവും സമുദ്രലംഘന ചിന്തയുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് സമുദ്രതീരത്ത് ദർഭ വിരിച്ച് മരിക്കാൻ കിടന്ന വാനരന്മാരുടെ മുമ്പിലേക്ക് സമ്പാദി എത്തുകയും സീതാദേവി എവിടെയുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു രൂപം നൽകുകയും ചെയ്തു. സമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് ത്രികൂടം എന്ന ഒരു പർവ്വതമുണ്ട് എന്നും ആ പർവ്വതത്തിന് മുകളിലുള്ള ലങ്കാ നഗരത്തിൽ അശോക വൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന അശോകവനിയുടെ മധ്യഭാഗത്ത് സീതാദേവി വിവിധ രാക്ഷസിമാരുടെ സംരക്ഷണത്തിൽ കഴിയുകയാണ് എന്നും പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 100 യോജന വിസ്താരമുള്ള സമുദ്രത്തെ എങ്ങനെയാണ് മറികടക്കുക എന്ന് അവർ കൂടി ആലോചിക്കുകയാണ്. ആ സമയത്ത് സമ്പാദി തൻ്റെ പൂർവ്വവൃത്താന്തം, തൻ്റെ ചരിത്രം വാനരന്മാരോട് പറയുന്നു. സമ്പാദി പറയുന്നു, ഞാനും അനുജനായ ജടായുവും പണ്ട് വേഗബലങ്ങൾ പരീക്ഷിക്കുകയുണ്ടായി. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറക്കാൻ സാധിക്കുക, ആർക്കാണ് വേഗത്തിൽ പറക്കാൻ സാധിക്കുക എന്നൊക്കെ പരീക്ഷിക്കുന്ന സമയത്ത് ജടായുവാകട്ടെ സൂര്യമണ്ഡലത്തോളം ഉയർന്നു, ഞാനും പുറകെ കുതിച്ചു. അങ്ങനെ സൂര്യമണ്ഡലത്തോടെത്തിയ സമയത്ത് ചൂട് സഹിക്കവയ്യാതെ ജടായു ക്ഷീണിക്കുന്നത് കണ്ടപ്പോൾ അനുജൻ്റെ ചിറകുകൾക്ക് തീപിടിച്ചു, ജടായുവിൻ്റെ ചിറകുകൾക്ക് തീപിടിച്ചു. അവനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഞാൻ അവൻ്റെ മുകളിലേക്ക് പറന്ന് കയറിയ സമയത്ത് എൻ്റെ ചിറകുകൾ കരിഞ്ഞ് ഞാൻ താഴെ വീണു. അനുജനാകട്ടെ ചിറകുകളോടുകൂടിയും വീണു, ഞാൻ ചിറകില്ലാതെയും വീണു, എൻ്റെ ചിറക് കരിഞ്ഞുപോയി. പക്ഷികൾക്ക് ചിറകുകളാണല്ലോ ആശ്രയം. ചിറകുകളില്ലാത്ത ഞാൻ വിന്ധ്യപർവ്വതത്തിൻ്റെ മുകളിൽ 3 ദിവസം ബോധരഹിതനായിട്ട് കിടന്നു. ഉണർന്നു നോക്കുമ്പോൾ ചിറകുകൾ കരിഞ്ഞ് എവിടെയാണ് കിടക്കുന്നത് എന്ന് പോലും അറിയാതെ ഞാൻ ബോധരഹിതനായിട്ട് അബോധാവസ്ഥയിൽ നിന്ന് എണീറ്റു. ഒരു വിധത്തിൽ ഞാൻ അവിടെ നിന്ന് പതിയെ ഇഴഞ്ഞ് നിശാകരമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. മുൻപേ പരിചയമുള്ളത് കൊണ്ട് നിശാകരമുനി എന്നോട് ചോദിച്ചു, എന്തു സമ്പാദേ, ചിറകുകൾ കരിഞ്ഞ നിനക്ക് ഇപ്രകാരത്തിൽ വൈരൂപ്യം വരുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. ദുഃഖത്തോടുകൂടി ഞാൻ വിവരങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഒടുവിൽ എനിക്ക് ഈ കരിഞ്ഞുപോയ ചിറകുകൾ തിരിച്ച് ലഭിക്കുവാനും ഉപജീവനത്തിനുള്ള മാർഗത്തെ പറഞ്ഞു തരണം എന്ന് നിശാകരമുനിയോട് ഞാൻ അപേക്ഷിച്ചു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിശാകരമുനി എന്നോട് പറയുകയാണ്, സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ, കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വനി, ദേഹം നിമിത്തമീ ദുഃഖമറിക നീ, ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ആ നിശാകരമുനി പറയുകയാണ്, എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ ചില സത്യങ്ങൾ പറയാം, അത് കേട്ടിട്ട് നിന്റെ പ്രവൃത്തി നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തുകൊള്ളൂ. ഈ ദുഃഖങ്ങളെല്ലാം തന്നെ ദേഹം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. ഈ ദേഹമാകട്ടെ കർമ്മഫലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു. ദേഹമാണ് ഞാൻ എന്നുള്ള അഭിമാനം കൊണ്ട് മോഹിതനായിട്ടാണ് നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഞാൻ ദേഹമാണ് എന്ന ബുദ്ധി, ഞാൻ ദേഹം മാത്രമാണ് എന്ന ബുദ്ധി ആത്മാവിനുണ്ടാകുന്നത് മായ കൊണ്ടാണ് എന്ന് അല്ലയോ നീ മനസ്സിലാക്കിയാലും, ഈ ബുദ്ധിയാണ്, ഞാൻ ദേഹമാണ് എന്നുള്ള ബുദ്ധിയാണ് ജന്മങ്ങൾ ഈ സംസാരത്തിൽ കിടന്ന് വലയുവാനുള്ള കാരണം. പുണ്യപാപങ്ങളുടെ ഏറ്റക്കുറിച്ചൽ അനുസരിച്ച് പുണ്യപാപങ്ങൾ എത്രയുണ്ടോ അതിനനുസരിച്ച് ശ്രേഷ്ഠജീവിയായിട്ടോ നികൃഷ്ടജീവിയായിട്ടോ ജനിച്ചും മരിച്ചും നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പുണ്യമായാലും പാപമായാലും കർമ്മം ദേഹത്തെ വീണ്ടും വീണ്ടും ജനിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പുണ്യം എത്രത്തോളമുണ്ടോ പാപം എത്രത്തോളമുണ്ടോ എന്നതിനെ ആശ്രയിച്ചാണ് നികൃഷ്ടജീവിയായിട്ട് ജനിക്കണമോ അതോ സജ്ജീവിയായിട്ട് നല്ല ശ്രേഷ്ഠജീവിയായിട്ട് ജനിക്കണമോ എന്നൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്. മാത്രമല്ല ചിലരാകട്ടെ ഈ പുണ്യങ്ങളെന്ന് വിധിക്കപ്പെടുന്ന യാഗദാന കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് സ്വർഗം ആഗ്രഹിക്കുകയും ചെയ്യും. അവർ സ്വർഗത്തിലെത്തിയിട്ട് എപ്പോഴാണോ ഈ സമ്പാദിച്ചിരിക്കുന്ന പുണ്യങ്ങളൊക്കെ അവസാനിക്കുന്നത്, അപ്പോൾ പുണ്യമൊടുങ്ങുന്നത് വരെ അവിടെ നിന്നതിന് ശേഷം വീണ്ടും തലകീഴായിട്ട് ഭൂമിയിലേക്ക് തന്നെ പതിക്കുകയും ചെയ്യും. പുണ്യമൊടുങ്ങിക്കഴിഞ്ഞാൽ തലകീഴായിട്ട് ഈ ചന്ദ്രമണ്ഡലത്തിൽ പതിച്ച് അവിടെ നിന്നും ഒരു മഞ്ഞുതുള്ളിയായിട്ട് ഭൂമിയിൽ വന്ന് വീഴും. നമ്മളുടെ പാപകർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ട് എപ്പോഴാണോ നമ്മളുടെ പുണ്യം അവസാനിക്കുന്നത്, ആ പുണ്യം അവസാനിക്കുന്ന സമയത്ത് ചന്ദ്രമണ്ഡലത്തിൽ നമ്മൾ പ്രവേശിച്ച് അവിടെ
നിന്ന് ഒരു മഞ്ഞുതുള്ളിയായിട്ട് ഭൂമിയിലേക്ക് നമ്മൾ വീഴും. അത് പിന്നെ നെല്ല് മുതലായിട്ടുള്ള ധാന്യങ്ങളിൽ ജീവനായിട്ട് വരികയും അത് ഒരു പുരുഷനാൽ ഭക്ഷിക്കപ്പെട്ട് അത് രക്തമായിട്ട് മാറുകയും പിന്നീട് ശുക്ലമായി രൂപപ്പെട്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പതിക്കാനിടയാവുകയും ചെയ്യുന്നു. എപ്പോഴാണോ നമ്മുടെ കർമ്മങ്ങളൊക്കെ അവസാനിച്ച് പുണ്യകർമ്മങ്ങളൊക്കെ അവസാനിക്കുന്നത്, ആ സമയത്ത് നാം വീണ്ടും ചന്ദ്രമണ്ഡലത്തിലൂടെ മഞ്ഞുതുള്ളിയായിട്ട് ഭൂമിയിൽ പതിക്കും. ആ മഞ്ഞുതുള്ളി നെല്ല് തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങളിലേക്ക് വന്ന് ഭവിക്കും. ആ നെല്ല് തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ ഭക്ഷിക്കുന്ന പുരുഷൻ, ആ പുരുഷനിൽ അത് രക്തവും ശുക്ലവുമായിട്ട് മാറുന്നു. അത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ നിക്ഷേപിക്കപ്പെടുമ്പോൾ ഗർഭസഞ്ചി അതിനെ മൂടിയിട്ട് ഗർഭരക്തത്തോട് കൂടിയിട്ട് അത് കലർത്തി കരുപ്പിടിപ്പിക്കുന്നു. ഒരു ദിവസം കൊണ്ട് ശുക്ലരക്തങ്ങൾ കലർന്ന് കലലമായിട്ട് അത് തീരും. 5 രാത്രി കൊണ്ട് കുമിളയുടെ ആകൃതിയിൽ അത് വീർക്കും. പിന്നീട് 5 ദിവസം കൊണ്ട് അതൊരു മാംസപിണ്ഡമായിട്ട് മാറും. ആ മാംസപിണ്ഡം പിന്നെ 15 ദിവസം കൊണ്ട് ചെറിയ രക്തത്തുളിപ്പുകളാൽ പൊതിയപ്പെടും. അനന്തരം 25 ദിവസം കഴിയുമ്പോൾ ആ മാംസപിണ്ഡത്തിൽ അവിടവിടെ അവയവങ്ങൾ ഉണ്ടാകും. 3 മാസം കൊണ്ട് അവയവങ്ങൾക്ക് സന്ധിബന്ധങ്ങൾ ഉണ്ടാകും. 4-ാം മാസം ആകുമ്പോൾ വിരലുകൾ ഉത്ഭവിക്കും. 5-ാം മാസത്തിൽ പല്ല്, നഖം, ഗുഹ്യഭാഗങ്ങൾ, മൂക്ക്, കണ്ണ് തുടങ്ങി കാത് തുടങ്ങിയവയൊക്കെ രൂപപ്പെടും. 6-ാം മാസത്തിലാവട്ടെ കാതുകൾക്ക് ദ്വാരമുണ്ടാകും. ഗുഹ്യ അവയവവും നാഭിയും മലദ്വാരവും വായുവുമെല്ലാം 7-ാം മാസം ഉണ്ടാകും. 8-ാം മാസത്തിൽ തലമുടിയും രോമങ്ങളും മുളച്ചു തുടങ്ങും. 9-ാം മാസം കൈകാലുകൾക്ക് ഇളക്കമുണ്ടാവും. 5-ാമത്തെ മാസം മുതൽ തന്നെ ജീവചൈതന്യം ശിശുവിൽ പകർന്നു തുടങ്ങും. പൊക്കിൾ കൊടി നാളത്തിലൂടെ അമ്മ ഭക്ഷിക്കുന്ന ആഹാരത്തിന്റെ രസം വഹിച്ചു കൊണ്ടുവന്ന് ശിശു ശരീരത്തെ അത് പോഷിപ്പിക്കും. ശരീരത്തിന് പുഷ്ടി വന്ന് ചൈതന്യം ദൃഢപ്പെടുമ്പോൾ പൂർവജന്മ സ്മരണയുണ്ടായിട്ട് ജഠരാഗ്നിയിൽ വെന്തുനീറി അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. അതായത് എങ്ങനെയാണ് ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജനനം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം ഇവിടെ നിശാകരമുനി സമ്പാദിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പുണ്യപാപങ്ങൾ അനുഭവിച്ച് മുകളിലിരിക്കുന്ന നമ്മളുടെ പുണ്യാംശം എപ്പോഴാണ് തീരുന്നത്, അപ്പോൾ ഒരു മഞ്ഞുതുള്ളിയായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. ആ മഞ്ഞുതുള്ളിയായിട്ട് ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അതിൻ്റെ ചൈതന്യത്തെ വഹിച്ചുകൊണ്ട് ഭൂമിയിൽ പതിച്ച് വിവിധ ധാന്യങ്ങളിലേക്ക്, നെല്ല് തുടങ്ങിയുള്ള ധാന്യങ്ങളിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. ആ ധാന്യങ്ങൾ ഒരു പുരുഷൻ ഭക്ഷിക്കുന്നു. ആ ധാന്യം പുരുഷൻ ഭക്ഷിക്കുമ്പോൾ പുരുഷനിൽ അത് രക്തമായിട്ടും പിന്നീട് ശുക്ലമായിട്ടും മാറുന്നു. ആ ശുക്ലം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു. ആ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന ആ ബീജത്തിന് അഥവാ ആ ശുക്ലത്തിന് അത് ബീജമായി മാറുകയും ഗർഭരക്തത്തോടുകൂടി കരുപ്പിടിപ്പിച്ച് കലലമാവുകയും 1 ദിവസം കൊണ്ട്, 5 ദിവസം കൊണ്ട്, 15 ദിവസം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്നും അപ്രകാരം 5-ാം മാസത്തിൽ പല്ല്, നഖം തുടങ്ങിയിട്ടുള്ളവയും, 6-ാം മാസത്തിൽ കാതുകൾക്ക് ദ്വാരവും, 7-ാം മാസത്തിൽ വായുണ്ടാകുന്നുവെന്നും, 8-ാം മാസത്തിൽ തലമുടി ഉണ്ടാകുന്നുവെന്നും, 9-ാം മാസം കൈകാലുകൾക്ക് ഇളക്കം സംഭവിച്ച് ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി തുടങ്ങുകയും 5-ാം മാസം മുതൽ തന്നെ ജീവചൈതന്യം ശിശുവിൽ പകർന്നു തുടങ്ങുന്നുവെന്നും, അമ്മയുടെ പൊക്കിൾ കൊടിയിൽ നിന്ന് ആ ജീവശരീരത്തിലേക്ക് വേണ്ടതായിട്ടുള്ള ചൈതന്യം എല്ലാം തന്നെ പ്രവേശിക്കപ്പെടും എന്നും പറഞ്ഞിട്ട് ഇവിടെ നിശാകരമുനി പറയുന്നു. അപ്രകാരം ആ ജഠരാഗ്നിയിൽ വെന്തു നീറി കഴിയുമ്പോൾ, ഗർഭപാത്രത്തിൽ വെന്തു നീറി കഴിയുമ്പോൾ ആ ചൈതന്യം പറയുന്ന കാര്യങ്ങൾ രണ്ടാമത് പറയുകയാണ്. ഞാൻ എത്ര യോനികളിൽ ജനിച്ചു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കുഞ്ഞ് ചിന്തിക്കുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ എത്ര യോനികളിൽ ജനിച്ചു, എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ഞാൻ ചെയ്തു, അന്യായമായി ഞാൻ എത്ര ധനം സമ്പാദിച്ചു. അക്കാലത്ത് ഞാൻ യാതൊരു തരത്തിലും വിഷ്ണു സ്മരണ ചെയ്തിട്ടില്ല, നാമജപം ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാം ദുഃഖഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്, ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഈ നരകത്തിൽ നിന്ന് ഇനി എന്ന് എനിക്ക് പുറത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കും. ഇനി ഞാൻ ജനിക്കുകയാണെങ്കിൽ യാതൊരു ദുഷ്കർമ്മവും ചെയ്യാതെ യഥാശക്തി പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സദാസമയം നാരായണ ഭജനത്തോടു കൂടിയിട്ട് ജീവിക്കും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ 10 മാസം തികയും. ആ 10 മാസം തികയുന്ന സമയത്ത് സൂതിവായുവിന്റെ ശക്തിയാൽ അഥവാ പ്രസവവായുവിന്റെ ശക്തിയാൽ യോനിയന്ത്രത്തിൽ കൂടി പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അച്ഛനമ്മമാർ എത്ര സൂക്ഷിച്ച് ലാളിച്ച് വളർത്തിയാലും ബാല്യകാല ദുഃഖങ്ങൾ ദുസ്സഹമായിരിക്കും. അതുപോലെ യൗവനത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ
ഓരോ വിധത്തിലുള്ള ദുഃഖം നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കും. എന്തിനധികം പറയുന്നു, ഈ ദേഹം ദുഃഖപൂർണമായിട്ടുള്ള ഒരു ഭാണ്ഡം തന്നെയാണ്. ദേഹത്തിലുള്ള അഹംബുദ്ധി കൊണ്ടാണ് ജന്തുക്കൾക്ക് സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആത്മാവാകട്ടെ സ്ഥൂല സൂക്ഷ്മ ദേഹങ്ങൾ രണ്ടിൽ നിന്നും വേർപെട്ടിരിക്കുന്ന ഒരു നിത്യ ചൈതന്യമാണ്. ഈ സത്യം മനസ്സിലാക്കിയിട്ട് ദേഹാദികളിലുള്ള സ്നേഹം നീക്കി ആത്മജ്ഞാനിയായിട്ടിരിക്കേണ്ടതാണ്. അപ്രകാരം സകല അജ്ഞാനങ്ങളും നീങ്ങുന്നതിന് പരമാത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക തന്നെ വേണം. ഈ തത്വബോധത്തോടുകൂടി പ്രാരബ്ധങ്ങൾ ഒടുങ്ങുന്നത് വരെ ഭൂമിയിൽ വസിക്കുക തന്നെ വേണം. ഇത്രയും തത്വബോധത്തെക്കുറിച്ച് ഇവിടെ നിശാകരമുനി എപ്രകാരമാണോ ഒരു ജീവൻ ഉത്പത്തിയാകുന്നത് എന്ന് ഒരു പാഠം സമ്പാദിക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷം പറയുന്നു, നീ ഒരു രഹസ്യം മനസ്സിലാക്കിയാലും നിനക്കിപ്പോൾ നിന്റെ ചിറകുകൾ കരിഞ്ഞു പോയ കാര്യമാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതെപ്രകാരമാണ് വീണ്ടെടുക്കുക എന്നുള്ളതാണല്ലോ ചോദിച്ചിട്ടുള്ളത്. ഞാൻ മറുപടി നൽകാം. ഒരു രഹസ്യം മനസ്സിലാക്കൂ. ത്രേതായുഗത്തിൽ രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് സാക്ഷാൽ മഹാവിഷ്ണു സൂര്യവംശത്തിൽ ദശരഥന്റെ മകനായിട്ട് ജനിക്കും. അദ്ദേഹം സീതാലക്ഷ്മണ സമേതനായിട്ട് ദണ്ഡകാരണത്തിൽ വസിക്കുന്ന സമയത്ത് സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകും. സീതാദേവിയെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുഗ്രീവന്റെ ആജ്ഞ അനുസരിച്ച് അനേകം വാനരന്മാർ തെക്കേ സമുദ്രതീരത്ത് വന്നു ചേരും. നിനക്ക് അവരുമായിട്ട് ഇടപെടുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ സമയത്ത് സീതയിരിക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് നീ പറഞ്ഞു കൊടുത്താൽ നിനക്ക് പുതിയ ചിറകുകൾ മുളയ്ക്കുകയും ചെയ്യും. ഇപ്രകാരം നിശാകര മഹർഷി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് സമ്പാദി ഇവിടെ പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, ആശ്ചര്യം തന്നെ, ഇതാ എനിക്ക് പുതിയ ചിറകുകൾ മുളച്ചു കഴിഞ്ഞു. ഉത്തമ ഋഷീശ്വരന്മാരുടെ വാക്കുകൾ ഒരിക്കലും മിഥ്യയാവുകയില്ല. രാമകഥാമൃതത്തിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. ശ്രീരാമനാമ സ്മൃതി കൊണ്ട് സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും. ശ്രീരാമദേവ കഥാമൃത മഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയിലഹോ. കല്യാണഗാത്രിയെ കണ്ടുകിട്ടണമേ എന്നെല്ലാം തന്നെ സമ്പാദി ഇവിടെ വാനരന്മാരോട് അനുഗ്രഹമായിട്ട് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ശ്രീരാമനാമ സ്മൃതി കൊണ്ട് സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും. ശ്രീരാമന്റെ നാമസ്മൃതി കൊണ്ട്, രാമനാമത്തിന്റെ സ്മരണ കൊണ്ട് ഈ സംസാര സാഗരത്തെ മറികടക്കുവാൻ വേണ്ടി നമുക്ക് ഏവർക്കും സാധിക്കും. അങ്ങനെയുണ്ടെങ്കിൽ രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്ക്, അതായത് ശ്രീരാമന്റെ നാമം കൊണ്ട് ഈ സംസാര ലോകത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്നിരിക്കെ രാമന്റെ ഭാര്യയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന നിങ്ങൾക്ക് ഈ സമുദ്രത്തെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് സമ്പാദി, അത്യുന്നതനായ സമ്പാദി പറന്നു മറഞ്ഞു, ഉയരങ്ങളിലേക്ക് പറന്ന് മറഞ്ഞു. അപ്രകാരം വാനരന്മാരോട് പറഞ്ഞ് സമ്പാദി ആകാശത്തിലേക്ക് മറഞ്ഞതിന് ശേഷം കപിവരന്മാർ സമുദ്ര ലംഘനത്തിനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു. ഗംഭീരവും വലിയ മുതലക്കൂട്ടങ്ങളാൽ ഭയങ്കരവുമായിട്ടുള്ള മഹാസമുദ്രം, അതാണ് ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കരം. ഉഗ്രമാണ്, മഹത്തായിട്ടുള്ള വലിയ മുതലക്കൂട്ടങ്ങളുള്ള സമുദ്രമാണ്. ആ മഹാസമുദ്രം കണ്ടിട്ട് അവർ പരസ്പരം പറയുകയാണ്, ഈ മഹാസമുദ്രത്തെ നമ്മൾ എങ്ങനെ കടക്കും? മറുകരയാണെങ്കിൽ കാണാനില്ല, 100 യോജന ദൂരമുണ്ട് എന്ന്, വിസ്താരമുണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെയാണിത് മറികടക്കുക? തീർച്ചയായിട്ടും മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ചിന്തിച്ച് മരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പോലും ആശയം നഷ്ടപ്പെട്ടുകൊണ്ട് അവർ പരസ്പരം പറയുന്നു. അങ്ങനെ പറയുന്ന സമയത്ത് അംഗദൻ അവരോട് പറയുന്നു, ഹേ കവീശ്വരന്മാരെ, നിങ്ങളെല്ലാവരും സാമർഥ്യമുള്ളവരാണ്, ശൂരന്മാരാണ്, പരാക്രമികളാണ്. അതുകൊണ്ട് തമ്മിൽ ആലോചിച്ച് ഈ സമുദ്രം മറികടക്കാനുള്ള സാമർഥ്യം എനിക്കുണ്ട് എന്ന് ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് പറയൂ എന്ന് പറയുന്നു. അല്പസമയം നോക്കിയിട്ടും ആരും ഒന്നും പറയുന്നില്ല. അത് കേട്ടപ്പോൾ വീണ്ടും അംഗദൻ പറയുകയാണ്, എനിക്ക് കഴിയും എന്ന് ആരെങ്കിലും പറഞ്ഞാട്ടെ. നമ്മൾ സുഗ്രീവന്റെയും ശ്രീരാമ ലക്ഷ്മണന്മാരുടെയും സങ്കടം തീർത്ത് രക്ഷിക്കുന്നത് അപ്രകാരത്തിൽ മുന്നോട്ട് വരുന്നവനായിരിക്കും എന്ന് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും വന്ന് നിങ്ങൾക്ക് എത്ര ദൂരം മറികടക്കാൻ സാധിക്കും, അഥവാ നിങ്ങളുടെ ബലവേഗങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാലും എന്ന് പറയുന്നു. അത് കേട്ട് വാനരന്മാർ ഓരോരുത്തരും വന്ന് പറയുകയാണ്. സുഗ്രീവ അംഗദന്റെ വാക്കുകൾ കേട്ട് അവർ വന്ന് പറയുന്നു, ചാടാം എനിക്ക് 10 യോജന. ഒരാൾ പറയുന്നു 10 യോജന ചാടാം. ചാടാം 20 എനിക്ക് മറ്റൊരു കവി. 30 ചാടാം എനിക്കെന്ന് മറ്റൊരാൾ. 40 എന്ന് മറ്റൊരാൾ. 50, 60, 70, 80 വരെ ചാടാൻ എന്ന് ഓരോരുത്തർ വന്ന് പറഞ്ഞു. 90 ചാടുവാൻ ദണ്ഡമില്ലെന്ന് ഒരാൾ വന്ന് പറഞ്ഞു. അർണവമോ 100 യോജനയുണ്ടല്ലോ. ഇവിടെ 100 യോജന വിസ്താരമുള്ള സമുദ്രത്തെ മറികടക്കുവാൻ വേണ്ടിയിട്ട്
ആരാണ് മുന്നോട്ട് വരിക എന്ന് അംഗദൻ ചോദിക്കുമ്പോൾ ശ്രീരാമന്റെ കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ആളായിരിക്കും അത് എന്ന് പറയുമ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പറയുകയാണ്, എനിക്ക് 10 യോജന ചാടാം, ഒരാൾക്ക് 20 ചാടാം, അടുത്ത ആൾക്ക് 30 ചാടാം. അങ്ങനെ പറഞ്ഞ് 90 യോജന വരെ ചാടാൻ കഴിവുള്ള ആളുകൾ വന്ന് പറഞ്ഞു. അർണവമാകട്ടെ 100 യോജനയുണ്ട് ഒരു വശത്തേക്ക്. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായി അളക്കും ഇത്. അതായത് അവരവരുടെ ബലവേഗത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ജാമ്പവാൻ പറയുകയാണ്, അല്ലയോ കവികളെ, നമുക്ക് ആർക്കും തന്നെ ഈ സമുദ്രം കടക്കുവാൻ സാമർഥ്യമില്ല എന്ന് മനസ്സിലായിരിക്കുന്നു. ഞാൻ വൃദ്ധനായി പോയി. യൗവനകാലത്ത് മഹാവിഷ്ണു വാമന രൂപമെടുത്ത് വന്ന സമയത്ത്, ലോകം 3 അടിയായിട്ട് അളന്ന സമയത്ത് പെരുമ്പറയും കൊട്ടി ഞാൻ ഈ ലോകം വലത്തു വച്ചിട്ടുണ്ട്. ഇപ്പോൾ അന്ന് വലത്തു വെച്ച എനിക്ക് പ്രായമേറിയത് കൊണ്ട് എനിക്കിപ്പോൾ അതിന് സാധ്യമല്ല. കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലകൾ, ഭഗവാന്റെ ലീലകൾ ഓർത്തിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. എനിക്കിപ്പോൾ ഈ ലവണ സമുദ്രം മറികടക്കുവാനുള്ള ശക്തിയില്ല. എന്നാൽ യൗവനകാലത്ത് പെരുമ്പറ കൊട്ടിയിട്ട് ഭഗവാൻ വിഷ്ണു 3 ലോകങ്ങളെ അളന്ന സമയത്ത് ഈ ലോകം മുഴുവൻ വലത്ത് വെച്ചിട്ട് ആളുമാണ് ഞാൻ. അത് കേട്ട് അംഗദൻ പറഞ്ഞു, അല്ലയോ ജാമ്പവാൻ, ഒറ്റ ചാട്ടത്തിന് അക്കരെ എത്താമെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ ഇങ്ങോട്ട് തിരിച്ച് ചാടാവുന്ന കാര്യം സംശയവുമാണ്. അത് കേട്ട് ജാമ്പവാൻ പറഞ്ഞു, ഇക്കാര്യത്തിൽ അങ്ങേക്ക് സാമർഥ്യമുണ്ടെങ്കിലും മറ്റാർക്കും അതിന് സാധിച്ചിട്ടില്ലെങ്കിലും ശരി, ഭൃത്യരായ ഞങ്ങൾ അങ്ങയെ അങ്ങനെ അയക്കുകയില്ല. നമ്മളിൽ ഒരാൾ അതിലേക്ക് സമർത്ഥനായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. അംഗദൻ വീണ്ടും പറഞ്ഞു, വാനരന്മാർ അവരവരുടെ വേഗബലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ആർക്കും സാധ്യവുമല്ല. നമ്മൾ ഉപവാസം അനുഷ്ഠിച്ച് മരിക്കുക തന്നെയാണ് നല്ലത് എന്ന് ദുഃഖത്തോടുകൂടി പറയുന്നു. അംഗദൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ജാമ്പവാൻ തുടർന്നു. ജാമ്പവാൻ പറയുകയാണ്, എന്തു ജഗൽപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ. ജാമ്പവാൻ നോക്കുമ്പോൾ അവിടെ ഹനുമാൻ സ്വാമി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ജാമ്പവാൻ പറയുന്നു, എന്ത് ജഗൽപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഏതും പറയാതെ. ജഗൽപ്രാണനന്ദനൻ വായുപുത്രനായിരിക്കുന്ന അങ്ങ് എന്താണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്? കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ, കണ്ടിയില നിന്നെയൊഴിഞ്ഞ് മറ്റാരെയും, നിന്നെയല്ലാതെ മറ്റൊരാളെയും എനിക്ക് ഇതിനുപായമായിട്ട്, ഇതിന് പ്രതിവിധിയായിട്ട്, പരിഹാരമായിട്ട് കാണാൻ കഴിയുന്നില്ല. സാക്ഷാൽ മഹാദേവന്റെ അംശവും കേസരിയുടെ പത്നിയായിട്ടുള്ള അഞ്ജനയുടെ ഗർഭത്തിൽ ജനിച്ചവനും ആയിരിക്കുന്ന വായുപുത്രനോളം ബലവേഗമുള്ള മറ്റാരും തന്നെ ഇതിന് ഉപാധിയായിട്ട്, ഇതിന് പരിഹാരമായിട്ടില്ല എന്ന് ജാമ്പവാൻ ഹനുമാൻ സ്വാമിയെ നോക്കിയിട്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, നീ പിറന്നു വീണ ഉടനെ തന്നെ സൂര്യബിംബത്തെ കണ്ട് പഴമാണെന്ന് കരുതി 500 യോജന മേൽപോട്ട് ചാടിയവനാണ്. സൂര്യബിംബത്തെ വിഴുങ്ങാൻ ചെന്ന അവസരത്തിൽ ഇന്ദ്രൻ പ്രയോഗിച്ച വജ്രായുധമേറ്റ് നീ ഭൂമിയിൽ പതിച്ചു. വായു ഭഗവാൻ ഉടനെ നിന്നെയുമെടുത്ത് പാതാളത്തിൽ വസിച്ചു. ഭൂമിയിലും സ്വർഗത്തിലും വായു സഞ്ചാരമില്ലാതെ ജീവികൾ ബുദ്ധിമുട്ടിയ സമയത്ത് ത്രിമൂർത്തികൾ 33 കോടി ദേവന്മാരോടും പ്രജാപതി വർഗത്തോടും ഒരുമിച്ച് പാതാളത്തിൽ എത്തിച്ചേർന്നിട്ട് വായുവിനെ കണ്ട് അങ്ങേക്ക് ഇഷ്ടവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ദ്രന്റെ വജ്രം നിന്റെ ഹനുവിങ്കലേറ്റ് മുറിഞ്ഞതിനാലാണ് നിനക്ക് ഹനുമാൻ എന്ന നാമം പോലും ലഭിച്ചിട്ടുള്ളത്. ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്ന് വരം നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ അങ്ങ് മറന്നുപോയോ? മാത്രമല്ല, ശ്രീരാമൻ നിന്റെ കയ്യിലല്ലേ മോതിരം നൽകിയത്, നിന്നോടല്ലേ അടയാള വാക്ക് പറഞ്ഞത്? അതെന്തിനാണ് എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ ബലവീര്യങ്ങൾ ആർക്കും വർണ്ണിക്കാവുന്നതല്ല. നീ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് ശരിയല്ല. ഇതാണ് ജാമ്പവാൻ ഹനുമാനെ നോക്കി പറയുന്നത്. ഇത്രയും ചർച്ച അവിടെ നടക്കുന്ന സമയത്ത് ഇതൊന്നും ചിന്തിക്കാതെ, അതിനൊന്നും മറുപടി പറയാതെ ഒരു മുലയിൽ ഹനുമാൻ സ്വാമി മിണ്ടാതിരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് ജാമ്പവാൻ പോയിട്ട് പറയുന്നത്, എന്താണ് വായുപുത്ര അങ്ങ് ഇപ്രകാരം മിണ്ടാതിരിക്കുന്നത്? നീ സാക്ഷാൽ മഹാദേവന്റെ അംശമാണ്, വായുദേവന്റെ മകനാണ്. വായുദേവന്റെ ഗുണവും പരാക്രമവും വേഗവും ബലവും ഒക്കെ നിനക്കുണ്ട്. നീ കേസരിയുടെ ഭാര്യയായ അഞ്ജനയുടെ ഗർഭത്തിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് നിനക്കല്ലാതെ മറ്റാർക്കും തന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുവാൻ സാധ്യമല്ല. നിന്നോട് പണ്ട് ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ, ജനിച്ചു വീണ സമയത്ത് തന്നെ
പഴമാണെന്ന് കരുതിയിട്ട് സൂര്യബിംബത്തെ വിഴുങ്ങുവാൻ വേണ്ടി നീ 500 യോജന മുകളിലേക്ക് ചാടിയവനാണ്. ആ 500 യോജന ചാടിയ സമയത്ത്, സൂര്യന്റെ അടുത്ത് എത്തിയ സമയത്ത് ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് നിന്റെ ഹനുവിൽ പ്രഹരിച്ചു. അന്ന് നിന്റെ പിതാവായ വായുദേവൻ നിന്നെ എടുത്ത് പാതാളത്തിലേക്ക് പ്രവേശിച്ചു. ഭൂമിയിൽ സകല ജീവരാശികൾക്കും വായുവില്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് 33 കോടി ദേവകളും ഇന്ദ്രാദികളും സമസ്ത ദേവരും ത്രിമൂർത്തികളും എല്ലാം അവിടേക്ക് വന്ന് നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് വേണ്ടുന്നതായിട്ടുള്ള വരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ചിരഞ്ജീവി ആയിട്ടിരിക്കാനുള്ള അനുഗ്രഹം നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ഹനുവിങ്കൽ വജ്രമേറ്റത് കൊണ്ട് ഹനുമാൻ എന്ന പേര് നിനക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള നിനക്കല്ലാതെ ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി അതൊക്കെ പോട്ടെ, നിന്റെ കയ്യിലാണ് മോതിരം തന്നിട്ടുള്ളത്, നിന്നോടാണ് അടയാളവാക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നിനക്ക് മനസ്സിലായിട്ടും നീ എന്താണ് അതൊക്കെ മറന്ന് മിണ്ടാതിരിക്കുന്നത്? നീ ഇപ്രകാരം മിണ്ടാതിരുന്നാൽ ശരിയാവുകയില്ല എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട്, ഇപ്രകാരം ജാമ്പവാൻ പറഞ്ഞത് കേട്ട് വായുപുത്രൻ എഴുന്നേറ്റ് ഉദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. ഇതെല്ലാം കേട്ടിട്ട് ഹനുമാൻ സ്വാമി അവിടെ നിന്നും എഴുന്നേറ്റ് ബ്രഹ്മാണ്ടം മുഴുവൻ നടുങ്ങുമാറ് ഉച്ചത്തിൽ സിംഹനാദം മുഴക്കി സമ്മതം അറിയിച്ചു. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമി ധരാകാരനായി നിന്ന് ചൊല്ലിനാൻ. ജാമ്പവാൻ ഹനുമാൻ സ്വാമിയുടെ പരാക്രമങ്ങളൊക്കെ വർണ്ണിച്ച സമയത്ത് അതെല്ലാം കേട്ട് സന്തുഷ്ടനായ ഹനുമാൻ സ്വാമി എഴുന്നേറ്റ് അത്യുച്ചത്തിൽ ഒരു സിംഹനാദം ചെയ്തു. വാമനമൂർത്തിയെ പോലെ വളർന്ന് പർവ്വത തുല്യനായി നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ തീർച്ചയായും ലവണസമുദ്രം ചാടിക്കടന്ന് ലങ്കയും ദഹിപ്പിച്ച് രാവണനെ കുലത്തോടുകൂടി ഒടുക്കി ദേവിയെ തിരിച്ചു കൊണ്ടുവരും. ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടും ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവൻ ഇപ്പോഴേ. അല്ലായെങ്കിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടും ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ട് രാമാന്തികയെ വെച്ച് കൈതൊഴുതിയിടുവിൻ. ഞാൻ ലങ്ക ദഹിപ്പിച്ച് രാവണനെ വധിച്ച് കുലത്തോടുകൂടി വധിച്ച് ദേവിയെ തിരിച്ചു കൊണ്ടുവരും. അതല്ലെങ്കിൽ രാവണനെ പിടിച്ചു കെട്ടി ഇടത്ത് കൈയിൽ വെച്ച് ത്രികൂട പർവ്വതത്തോടെ ലങ്കയെ വലത്ത് കൈയിലും എടുത്തുകൊണ്ടുവന്ന് ശ്രീരാമന്റെ തൃപാദങ്ങളിൽ വെച്ച് ഞാൻ നമസ്കരിക്കും. ഭഗവാന്റെ തിരുവഴി കയ്യിലുള്ളത് കൊണ്ട്, ഭഗവാന്റെ തിരു ആയുധം മോതിരം കയ്യിലുള്ളത് കൊണ്ട് എനിക്കതിന് സാധിക്കും എന്ന് ഹനുമാൻ സ്വാമി പറയുകയാണ്. ഹനുമാന്റെ ആ വാദങ്ങൾ കേട്ടപ്പോൾ ജാമ്പവാൻ സന്തോഷിച്ചു. എന്നിട്ട് പറയുന്നു, വായുസുത, ദേവിയെ കണ്ട് എത്രയും പെട്ടെന്ന് നീ തിരികെ വരിക. രാവണനോട് എതിർക്കുന്നത് പിന്നെ മതി. രാമരാവണ യുദ്ധം നടക്കുമ്പോൾ നിനക്കതിനുള്ള അവസരം ലഭിക്കും. ആകാശമാർഗേണ പോകുന്ന നിനക്ക് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. മാരുതദേവൻ, അതായത് നിന്റെ അച്ഛൻ നിന്റെ സമീപത്ത് തന്നെ ഉണ്ടല്ലോ. മാത്രമല്ല, നീ പോകുന്നത് രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ എല്ലാവരും ഹനുമാൻ സ്വാമിയെ ആശീർവദിച്ചു. അപ്പോൾ ഹനുമാൻ സ്വാമി സമുദ്ര ലംഘനത്തിനായി മഹേന്ദ്ര പർവ്വതത്തിന്റെ ഉയർന്ന കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ട് സാക്ഷാൽ ഗരുഡനെ പോലെ ശോഭിച്ചു. ഇപ്രകാരം രാമായണ കഥ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ട് പൈങ്കിളി ആനന്ദത്തോടുകൂടി അല്പസമയം വിശ്രമിക്കുന്നു. കിഷ്കിന്ധ കാണ്ഡം ഇവിടെ സമാപിക്കുന്നു. ഇത്രയുമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പാഠ്യഭാഗം. ഇതിൽ സമ്പാദിയുടെ പൂർവ്വവൃത്താന്തം പറയുന്ന ഭാഗത്ത് എങ്ങനെയാണ് ഒരു ജീവൻ ഉൽപ്പത്തിയാകുന്നത് എന്നുള്ള ഒരു ചിത്രം നമുക്ക് നൽകുകയാണ്. നമ്മുടെ പുണ്യം ഒടുങ്ങി നിൽക്കുന്ന സമയത്ത് ആകാശമണ്ഡലത്തിൽ നിന്ന്, ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഒരു മഞ്ഞുതുള്ളിയായിട്ട് ചന്ദ്രാംശം വഹിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് നമ്മൾ പതിക്കുന്നു. ആ പതിക്കുന്ന മഞ്ഞുതുള്ളി ഒരു ധാന്യത്തിൽ വന്ന് ലയിക്കുന്നു. ആ ധാന്യം ഭക്ഷിക്കുന്ന പുരുഷൻ, ആ പുരുഷന്റെ ശരീരത്തിൽ അത് രക്തമായിട്ടും ശുക്ലമായിട്ടും ഭവിക്കുന്നു. അത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു. അവിടെ ആദ്യത്തെ ദിവസം അതിന് കലലമാകുന്നു, പിന്നീട് കുമിളയാകുന്നു. 5 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ട്, 15 ദിവസം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് രാമായണത്തിൽ പറയുന്നു. അപ്രകാരം 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം, അപ്രകാരം 9-ാം മാസം വരെ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ആ ശരീരത്തിന്, ആ ജീവന്, അല്ലെങ്കിൽ ആ ജീവൻ വഹിക്കുന്ന ശരീരത്തിന് ഗർഭപാത്രത്തിനകത്ത് സംഭവിക്കുന്നത് എന്ന് ഇവിടെ നിശാകരമുനി സമ്പാദിയോട് പറയുന്നതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ആ 9-ാം മാസം എത്തുമ്പോൾ കൈകാൽ ഇളക്കുന്ന സമയത്ത് അതിനു മുമ്പേ തന്നെ 5-ാം മാസം മുതൽ തന്നെ ആ ശരീരത്തിൽ ജീവൻ പതിച്ചു എന്ന് പറയുന്നു. ആ സമയം മുതൽ ആ ജീവൻ ആലോചിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത കർമ്മങ്ങൾ എന്തെല്ലാമാണ് എന്നാണ്. ആ ഗർഭത്തിൽ കിടന്നുകൊണ്ടാണ് മുൻ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് ആ ശരീരവും ആ ജീവനും ചിന്തിക്കുന്നത്. എത്രയെത്ര യോനികളിൽ ഞാൻ ജനിച്ചു, എത്രയെത്ര കർമ്മങ്ങൾ ഞാൻ ചെയ്തു,
എത്രയെത്ര ധനവും സമ്പത്തും ഞാൻ വെറുതെ അനാവശ്യമായിട്ട് ചിലവഴിച്ചു, അതിൻ്റെ എല്ലാം ദുഃഖമാണല്ലോ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് ഈ ജഡനത്തിൽ എന്ന് ചിന്തിക്കുന്നു. അപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കെ 10-ാം മാസമാകുമ്പോൾ പ്രസവ വായുവിന്റെ ശക്തിയാൽ യോനിയിലൂടെ പുറത്തേക്ക് വരുന്നു. അപ്രകാരം പുറത്തു വന്നു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ ആ കുഞ്ഞിനെ ചെറുപ്പകാലം മുതൽ വളർത്തുമ്പോൾ ബാല്യകാലത്തുണ്ടാകുന്ന ശാരീരിക പീഡനങ്ങൾ, ശാരീരിക ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു. അത് കഴിഞ്ഞ് യൗവനകാലത്തിലാവട്ടെ, വാർദ്ധക്യകാലത്തിലാവട്ടെ ഒട്ടനവധി ദുഃഖം ആ ശരീരം സഹിക്കുന്നു. ഇതൊക്കെ വിസ്തരിക്കുന്നത് നിശാകരമുനി പറയുന്നത് ആ ദേഹം എന്നുള്ളത് ജനന സമയം മുതൽ തന്നെ, ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം മുതൽ തന്നെ മരണകാലം വരെയും ദേഹം ദുഃഖം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ ദേഹത്തിന് കാരണഭൂതമായിരിക്കുന്ന ആ ജീവന് യാതൊരു തരത്തിലുമുള്ള ദുഃഖം ഉണ്ടാവുന്നില്ല. ഈ ദുഃഖം മുഴുവൻ അനുഭവിക്കുന്നത് ആ ദേഹമാണ് എന്നുള്ളൊരു ബോധ്യം സമ്പാദിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നിശാകരമുനി ആ ശരീരത്തിന്റെ ഉൽപ്പത്തിയെ പറയുന്നത്. ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം മുതൽ മരണകാലം വരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശരീരം എപ്പോഴും ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. ആ ശരീരത്തെ വഹിക്കുന്ന ജീവന് ആ ദുഃഖം ഭാവിക്കുകയുമില്ല, ബാധിക്കുകയുമില്ല. ഇതാണ് തത്വം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നിശാകരമുനി സമ്പാദിയോട് പറയുന്നത്, നിന്റെ ശരീരത്തിൽ ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്ന ചിറകുകൾ നവങ്ങളായിട്ട് വരുന്നൊരു കാലം വരും. അത് ത്രേതായുഗത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ രാമനായിട്ട് അവതരിച്ച് ഭൂമിയിൽ വരുന്ന സമയത്ത് രാമന്റെ കാര്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി വാനരന്മാർ നിന്റെ സമീപത്ത് വരും. ആ വാനരന്മാർക്ക് നീ സീതാദേവി എവിടെയുണ്ട്, രാമന്റെ പത്നി എവിടെയുണ്ട് എന്നുള്ള കാര്യം വാക്സഹായമായിട്ട് ഉപദേശിച്ചു കൊടുത്താൽ നിനക്ക് നിന്റെ ചിറകുകൾ തിരിച്ചു ലഭിക്കും എന്ന് അനുഗ്രഹിക്കുന്നു. എന്നിട്ട് സമ്പാദി പറയുന്നു, ഇതാ ഞാനിപ്പോൾ സീതാദേവി എവിടെയുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞു. അതിന്റെ അനുഗ്രഹമായിട്ട്, അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പണ്ട് നിശാകര മഹർഷി പറഞ്ഞതുപോലെ എനിക്കിതാ ചിറകുകൾ മുളച്ചിരിക്കുന്നു, ഞാൻ ഇതാ യാത്ര പുറപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമ്പാദി ഉന്നതമായിട്ടുള്ള ആകാശങ്ങളിലേക്ക് പറന്ന് ഉയരുകയും ചെയ്യുന്നു. ആ സമയത്ത് എപ്രകാരമാണ് ഈ 100 യോജനയുള്ള സമുദ്രം മറികടക്കുക എന്ന് വാനരന്മാർ ആലോചിക്കുന്നു. അവർ പരസ്പരം ചർച്ച ചെയ്യുന്നു. അംഗദൻ പറയുന്നു, ഇതിൽ ആരാണ് 100 യോജന മറികടന്ന് സീതാദേവിയെ കണ്ടുവരാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നു. ഓരോ വാനരന്മാർ അവർക്ക് പോകാൻ കഴിയുന്ന ദൂരം അവിടെ പറയുന്നു. ഒരാൾക്ക് 10, ഒരാൾക്ക് 20, ഒരാൾക്ക് 30, അപ്രകാരം 90 യോജന വരെ പോകുവാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ തയ്യാറാണെന്ന് പറയുന്നു. അംഗദൻ പറയുന്നു, 100 യോജന എനിക്ക് അങ്ങോട്ട് ചാടാൻ കഴിയും, തിരിച്ചിങ്ങോട്ട് വരുന്ന കാര്യം സംശയമാണെന്ന് പറയുന്നു. ജാമ്പവാൻ പറയുന്നു, ചെറുപ്പകാലത്ത് ഞാൻ സാക്ഷാൽ നാരായണൻ ത്രിവിക്രമനായിട്ട് അഥവാ വാമനനായിട്ട് അവതരിച്ച സമയത്ത് 3 അടി കൊണ്ട് ഈ ലോകം മുഴുവൻ അളന്ന സമയത്ത് ഞാൻ പെരുമ്പറ കൊട്ടിക്കൊണ്ട് ഈ ലോകം മുഴുവൻ പ്രദക്ഷിണം വെച്ചിട്ടുണ്ട്, ഭഗവാന് വേണ്ടി ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ചെറുപ്പകാലമായിരുന്നു, ഇന്ന് ഞാൻ വാർദ്ധക്യഗ്രസ്തനായിട്ടുണ്ട്, എനിക്കതിന് സാധിക്കുകയില്ല എന്ന് പറയുന്നു. അംഗദനാവട്ടെ പറയുന്നു, 100 യോജന എനിക്ക് അങ്ങോട്ട് ചാടാൻ സാധിക്കും, തിരിച്ചിങ്ങോട്ട് വരാൻ കഴിയുമോ എന്ന് അറിയില്ല എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ജാമ്പവാൻ പറയുകയാണ്, അങ്ങേക്ക് സാധിക്കുമെങ്കിലും മറ്റാർക്കും ഇനി അങ്ങോട്ട് മറികടക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും അങ്ങയെ ഞങ്ങൾ പറഞ്ഞു വിടുകയില്ല. കാരണം അങ്ങയുടെ ഭൃത്യന്മാരാണ് ഞങ്ങൾ, അങ്ങ് ഞങ്ങളുടെ നേതാവാണ്, നേതാവിന് ഞങ്ങൾ ബലി കൊടുക്കുകയില്ല, അഥവാ നേതാവിനെ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുകയില്ല എന്ന് ജാമ്പവാൻ പറയുന്നു. അപ്രകാരം പല ചർച്ചകൾ നടത്തി കഴിഞ്ഞപ്പോൾ അംഗദന് വളരെ നിരാശ തോന്നി. അംഗദൻ പറഞ്ഞു, എന്തായാലും നമുക്ക് മറുകരയ്ക്ക് പോയിട്ട് സീതയെ കണ്ടുവരാനുള്ള കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് മരണം തന്നെ മാത്രമാണ് രക്ഷയുള്ളൂ എന്ന് ചിന്തിക്കുന്നു. ആ സമയത്ത് ജാമ്പവാൻ അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെ കണ്ടുകൊണ്ട് ഹനുമാൻ സ്വാമിയോട് പറയുന്നു, അല്ലയോ മാരുതനന്ദന, അങ്ങെന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അങ്ങേക്ക് മാത്രമേ ഇതിന് സാധിക്കൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങ് സാക്ഷാൽ മഹാദേവന്റെ പരമശിവന്റെ ബീജമാണ്, അങ്ങ് മഹാദേവന്റെ ചൈതന്യമാണ്, അങ്ങ് കേസരിയുടെ മകനാണ്, അഞ്ജനയുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചവനാണ്, വായുപുത്രനാണ്. വായുവിന്റെ മകനായതുകൊണ്ട് തന്നെ, വായുപുത്രനായതുകൊണ്ട് തന്നെ വായുദേവന്റെ ഗുണവും ബലവും പരാക്രമവും ശക്തിയും ഒക്കെ അങ്ങേക്കുമുണ്ട്. അങ്ങല്ലാതെ ഈ ഒരു കാര്യം നിറവേറ്റുവാൻ ഇവിടെ ആരുമില്ല. അങ്ങ് ഭൂമിയിൽ പിറന്നു വീണ സമയത്ത് തന്നെ 500 യോജന ദൂരത്തുള്ള സൂര്യനെ അന്വേഷിച്ച്, സൂര്യനെ തേടി പഴമാണെന്ന് കരുതിയിട്ട് ചാടിപ്പോയവനാണ്, കുതിച്ചു ചാടിയവനാണ്. അന്ന് അങ്ങ് പോയ സമയത്ത് ദേവേന്ദ്രൻ തൻ്റെ വജ്രം കൊണ്ട് അങ്ങയുടെ ഹനുവിൽ ചുണ്ടിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങയുടെ പിതാവ് അങ്ങയെ കൊണ്ട് പാതാളത്തിൽ വിളിച്ചതാണ്. 30 കോടി ദേവതകളും ത്രിമൂർത്തികളും സർവ്വദേവന്മാരും അന്ന് അങ്ങയെ പാതാളത്തിൽ വന്ന് കണ്ട് അനുഗ്രഹിച്ചു, സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകി. അങ്ങ് ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഹനുവിൽ മുറിവേറ്റതുകൊണ്ട് ഹനുമാൻ എന്ന നാമം ലഭിച്ചു. അങ്ങനെയുള്ള അങ്ങേക്കല്ലാതെ ഈ സമുദ്രം ചാടിക്കിടന്ന് സീതാദേവിയെ കണ്ടെത്തിയിരുവാൻ സാധ്യമല്ല. അങ്ങ് മാത്രമേ ഉള്ളൂ ഒരു ശരണം. എന്നിട്ടും അങ്ങ് എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അങ്ങ് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്ന് ജാമ്പവാൻ ഓർമ്മപ്പെടുത്തി.
ഇത് കേട്ടിട്ട് ഹനുമാൻ സ്വാമി സന്തോഷത്തോടു കൂടി അവിടെ നിന്നും എഴുന്നേറ്റ് ഒരു സിംഹനാദം മുഴക്കിക്കൊണ്ട് പറയുന്നു, ബ്രഹ്മാണ്ടമാശ കുലുങ്ങുമാറി, ബ്രഹ്മാണ്ടം മുഴുവൻ കുലുങ്ങുമാറി സിംഹനാദം മുഴക്കിക്കൊണ്ട് സമ്മതം അറിയിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ ഈ സമുദ്രം മറികടന്ന് ലങ്ക ദഹിപ്പിച്ച് രാവണനെ വധിച്ച് സീതാദേവിയെ കൊണ്ടിങ്ങ് പോരാം. അതല്ലെങ്കിൽ ലങ്കാനഗരത്തെയും രാവണനെയും വരിഞ്ഞു കെട്ടി എൻ്റെ കരത്തിൽ എടുത്തുകൊണ്ട് ഞാൻ രാമന്റെ പാദത്തിൽ വെച്ച് നമസ്കരിക്കാം. അതിന് ഞാനിതാ പുറപ്പെടുകയാണ് എന്ന് പറയുന്നു. എനിക്ക് തുണയായിട്ട് ശ്രീരാമൻ നൽകിയ ആ മോതിരം അതെന്റെ കയ്യിലുണ്ട് എന്നും പറയുന്നു. ഹനുമാന്റെ ഈ വാദങ്ങൾ, വീരവാദങ്ങൾ കേട്ടപ്പോൾ ജാമ്പവാൻ പറയുന്നു, അതൊക്കെ പിന്നെ ആവാം. രാവണനോട് എതിർക്കുന്നതും രാവണനെ വധിക്കുന്നതും ലങ്കാനഗരം ദഹിപ്പിക്കുന്നതും ലങ്കയെ നശിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് പിന്നെ ആകാം. രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് അങ്ങേക്ക് അതിനുള്ള സമയമുണ്ട്. ഇപ്പോൾ അങ്ങ് സീതാദേവി എവിടെയുണ്ട് എന്നൊന്ന് അന്വേഷിച്ചിട്ട് വരിക. ആകാശമാർഗത്തിലൂടെ പോകുന്നതിനൊക്കെ യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. കാരണം അങ്ങയുടെ പിതാവായ വായുദേവൻ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. രാമനാമം എഴുതിയിരിക്കുന്ന അങ്കുലീയം അത് അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് അങ്ങതിന് തയ്യാറായാലും എന്ന് പറയുമ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമിയെ ആശീർവദിക്കുന്നു. ഹനുമാൻ സ്വാമി സമുദ്ര ലംഘനത്തിന് വേണ്ടിയിട്ട് മഹേന്ദ്ര പർവ്വതത്തിന്റെ ഉയർന്ന കൊടുമുടിയിൽ കയറിയിട്ട് സാക്ഷാൽ ഗരുഡൻ ചിറക് വിരിച്ച് നിൽക്കുന്നത് പോലെ സമ്മതത്തോടു കൂടിയിട്ട് ആ സമുദ്രത്തെ മറികടക്കുവാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഭാഗത്തോടു കൂടിയിട്ടാണ് കിഷ്കിന്ധാകാന്ഡം സമാപിക്കുന്നത്. രാമായണ കഥ അപ്രകാരത്തിൽ പൈങ്കിളി പറഞ്ഞ് അവസാനിപ്പിച്ച് വിശ്രമിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. അപ്രകാരം സമ്പാദിയുടെ പൂർവ്വവൃത്താന്തവും സമുദ്ര ലംഘന ചിന്തയും ചർച്ച ചെയ്യുന്നതിനോടുകൂടി ഇന്നത്തെ പാഠഭാഗം സമാപിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നിനും സാധിക്കുകയില്ല എന്ന് കരുതിയിരുന്ന ഹനുമാൻ സ്വാമിയെ, കുരങ്ങന്മാരെ ജാമ്പവാന്റെ ഒരു വാക്കിലൂടെ, ജാമ്പവാൻ ഹനുമാൻ സ്വാമിയെ പൂർവകഥ ഓർമ്മിപ്പിച്ചതിലൂടെയാണ് ഇവിടെ ഹനുമാൻ സ്വാമി ഉയർന്ന ആ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, ബ്രഹ്മാണ്ടം നടുങ്ങുമാർ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഞാൻ ഈ സമുദ്രം മറികടക്കും എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ശക്തി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ശക്തിയെ ഉണർത്തുവാൻ വേണ്ടിയിട്ടുള്ള ജാമ്പവാന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ജാമ്പവാന്റെ പണിയെടുക്കാത്തത് കൊണ്ട് ഹനുമാന്റെ ഉള്ളിലുള്ള ചൈതന്യം അറിയുന്നില്ല എന്നതുപോലെ നമ്മുടെ ഉള്ളിലുള്ള അനന്തമായുള്ള ചൈതന്യത്തെ, ആ ശക്തിയെ ഉണർത്തിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ആളുകളില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ തളർന്നു പോകാറുണ്ട്. അവിടെയാണ് ജാമ്പവാന്മാർ നമുക്ക് വേണ്ടത്. നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകളൊക്കെ ഉണ്ടാകുന്നത് ചെറുപ്പക്കാരുടെ ഇടയിലാണ് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരുടെ ഉള്ളിൽ അനവധിയായിട്ടുള്ള ചൈതന്യമുണ്ട്, ശക്തിയുണ്ട്, ഊർജമുണ്ട്, കഴിവുകളുണ്ട്. ഈ കഴിവുകളെ ഉണർത്തിയെടുക്കേണ്ടതായിട്ടുള്ള ജാമ്പവാന്മാർ അഥവാ യഥാശക്തി ഗുരുക്കന്മാർ ഇല്ലാത്തതോ അഥവാ ഗുരുക്കന്മാരെ കണ്ടെത്താത്തതോ ആണ് ഇന്നത്തെ തലമുറയുടെ ശാപം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും ജാമ്പവാന്മാരാവേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളോട്, സുഹൃത്തുക്കളോട്, സഹോദരന്മാരോടൊക്കെ ജാമ്പവാൻ ഉപദേശിച്ചതുപോലെ അവന്റെ ഉള്ളിലുള്ള കഴിവിനെ പറഞ്ഞു കൊടുത്ത് അവന്റെ ശക്തിയെ ഉണർത്തി അവനെ കർമ്മനിരതനാക്കാനുള്ള ഓരോ ദൗത്യം നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ സ്വയം ജാമ്പവാന്മാരാകണം, സ്വയം ഹനുമാന്മാരുമാകണം. സ്വയം ജാമ്പവാന്മാരാകുമ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള ആളുകളെ ഉണർത്തിയെടുക്കാൻ സാധിക്കും. സ്വയം ഹനുമാന്മാരാകുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച്, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ചൈതന്യത്തെ ഉണർത്തുവാനും സാധിക്കണം. ഈ ഒരു തത്വം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓർക്കുക, നമ്മളൊക്കെ ജാമ്പവാന്മാരാകണം മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മളൊക്കെ ഹനുമാന്മാരാവണം നമുക്ക് വേണ്ടിയിട്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ജാമ്പവാന്മാരാകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ ഉപദേശിച്ച് അവരുടെ സത്തയെ മനസ്സിലാക്കി കൊടുത്ത് അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയുള്ള ഗുരുക്കന്മാരാകാൻ നമുക്ക് സാധിക്കും. നമ്മളൊക്കെ ഹനുമാന്മാരാവുകയാണ് എങ്കിൽ നമുക്ക് ഉപദേശിച്ചു തരുന്ന ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സത്തയെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാൻ, പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. ആ രണ്ട് വലിയ സന്ദേശമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. അതിനു മുമ്പ് സമ്പാദിയോട് നിശാകരമുനി പറഞ്ഞതാകട്ടെ ഈ ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ, അതായത് ജനനത്തിന് മുമ്പ് മുതൽ ഗർഭപാത്രം ജനിച്ചു കിടക്കുന്ന സമയം മുതൽ അവിടെ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ 4 അവസ്ഥകളിലും അവസാനം മരണം സംഭവിക്കുന്നത് വരെയും ഈ ദേഹം കൊണ്ടുള്ള ദുഃഖം നാം എല്ലാവരും അനുഭവിച്ചേ മതിയാകും. ആ ദേഹത്തിന്റെ ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് നമുക്കറിയാം അത് ജീവന്റെ ദുഃഖമല്ല, ദേഹത്തിന്റെ ദുഃഖം മാത്രമാണ്. അങ്ങനെയെങ്കിൽ ആ ദേഹത്തിന്റെ ദുഃഖം അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നും, എന്നാൽ അത് ജീവന്റെ ദുഃഖമാകാതെ സംരക്ഷിക്കേണ്ട ദൗത്യം നമുക്കുണ്ട് എന്നും, ദേഹവും ദേഹിയും രണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ട്
ദേഹിയെ പ്രാപിക്കുവാൻ, ദേഹിയെ സ്വീകരിക്കുവാൻ, ദേഹിയെ ചൈതന്യവത്താക്കുവാൻ എന്താണ് ഉപാധി എന്ന് തിരിച്ചറിയുവാനും ഈ പാഠഭാഗത്തെ നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹനുമാൻ സ്വാമിയും ജാമ്പവാനും, ജാമ്പവാൻ നമ്മളാവണം, ഹനുമാൻ സ്വാമി നമ്മളാവണം. അത്തരത്തിൽ ജീവിതത്തിന്റെ വലിയൊരു സന്ദേശം നമുക്ക് പകർന്നു നൽകുന്ന ഈ പാഠഭാഗത്തെ അതേ സങ്കല്പത്തോടുകൂടി തന്നെ മനസ്സിലാക്കുവാനും അതേ സങ്കല്പത്തോടുകൂടി ഉൾക്കൊള്ളുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗം ഗുരുനാഥന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനുജായ സാർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.